സർ, വെസ്റ്റ് മിനിസ്റ്റർ ആബിയിലെ ഒരു പുരോഹിതന്റെ ശവക്കല്ലറയുടെ മേൽ എഴുതിവെച്ച വാചകങ്ങളാണ് ഈ സന്ദർഭത്തിൽ എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത്. ആ വാചകങ്ങൾ ഇങ്ങനെയാണ്: അന്ന് ഞാൻ ചെറുപ്പമായിരുന്നു, എൻ്റെ കൺവെട്ടങ്ങൾക്ക് പരിധികളില്ലായിരുന്നു, ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എനിക്കതിന് കഴിയില്ല എന്ന് വൈകാതെ ഞാൻ മനസ്സിലാക്കി. ഞാൻ യുവാവായിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചത് എൻ്റെ രാജ്യത്തെക്കുറിച്ചാണ്. എൻ്റെ രാജ്യത്ത് പരിവർത്തനത്തിൻ്റെ, മാറ്റത്തിൻ്റെ കൈത്തിരി കത്തിച്ചു വെക്കണം എന്നായിരുന്നു എൻ്റെ മോഹം. അനുഭവങ്ങൾ എൻ്റെ മുന്നിലേക്ക് പരുപരുത്ത യാഥാർത്ഥ്യങ്ങളായി കടന്നു വന്നപ്പോൾ ഞാൻ അറിഞ്ഞു ഞെട്ടലോടെ എനിക്കതിന് സാധിക്കില്ല എന്ന്. പിന്നെ ഞാൻ മധ്യവയസ്കനായി. അന്ന് ഞാൻ ആലോചിച്ചത് എൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്. എൻ്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും ഒന്ന് പരിവർത്തിപ്പിക്കണം, അവരെ ഒന്ന് മാറ്റണം. പക്ഷെ അതിനും എനിക്ക് സാധിക്കില്ല എന്ന് ഞാൻ വേദനയോടെ അറിഞ്ഞു. പിന്നീട് വാർദ്ധക്യം വന്നു. മരണക്കിടക്കയിൽ ഞാൻ കിടക്കുന്ന സമയത്ത് ഞാൻ നോക്കിയത് എന്നിലേക്കാണ്. എന്നെ മാറ്റാൻ എനിക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ എൻ്റെ കുടുംബത്തെ സ്വാധീനിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. എൻ്റെ കുടുംബത്തെ സ്വാധീനിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു എങ്കിൽ രാജ്യത്ത് തന്നെ മാറ്റത്തിൻ്റെ കൈത്തിരി ഏന്താൻ കഴിയുമായിരുന്നു. എൻ്റെ രാജ്യത്ത് പരിവർത്തനമുണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ലോകത്ത് തന്നെ അതിൻ്റെ ഒരു അനുരണനം സൃഷ്ടിക്കാൻ എനിക്കാകുമായിരുന്നു. സാർ, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണിത്. എവിടെ നിന്നാണ് മാറ്റം ആരംഭിക്കേണ്ടത്? നമ്മളെല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. ഈ ഒരു വിഷയത്തെ ഇത്ര ഗൗരവപൂർവം സഭയിൽ ചർച്ച ചെയ്യാൻ അനുവദിച്ചത് പരസ്പരം കുറ്റപ്പെടുത്താനല്ല. ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഗവൺമെൻറ് ഉണ്ടാക്കി തരികയായിരുന്നു. സർക്കാരിന് വേണമെങ്കിൽ, മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഇത് സാധാരണത്തെ പോലെ ഒരു അടിയന്തര പ്രമേയമാക്കി കണ്ടുകൊണ്ട് അതിനോട് പെരുമാറുന്നത് പോലെ പെരുമാറാമായിരുന്നു. അതിനു പകരം ഇത് സഭയിൽ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചത് ഇത് ഒരു സാമൂഹ്യ പ്രശ്നമാണ്, ഒരു വലിയ വിപത്താണ് നമ്മുടെ നാടിൻ്റെ, സമൂഹത്തിൻ്റെ, പുതിയ തലമുറയുടെ എന്ന് തിരിച്ചറിയുന്നു സർക്കാർ. അതിന് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം പ്രവർത്തനമുണ്ടായാൽ പോരാ. ഏതെങ്കിലും ഒരാൾ ഒന്ന് ശ്രമിച്ചാൽ തീരുന്നതല്ല പ്രശ്നം. ഈ സഭയോ സഭയിലുള്ള ആളുകളോ മാത്രം ശ്രമിച്ചാൽ തീരുന്നതല്ല പ്രശ്നം. വ്യക്തിയിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കേണ്ട വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ് ഈ വിഷയം നമ്മളോട് പറയുന്നത്. സാർ, ഞാൻ 12.5 വർഷം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഞാൻ സജീവമായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഒരു ക്യാമ്പസിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ് എന്ന് അതിൻ്റെ ആന്തരാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. വിദ്യാർത്ഥി രാഷ്ട്രീയമില്ലാതെ ഇന്നത്തെ പോലെ സമ്പന്നരുടെ മക്കൾ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും പേരിലുള്ള ഗ്യാങ്ങുകളുടെ കൂട്ടം ചേരൽ അന്നുണ്ടായിരുന്നു എങ്കിൽ ഞാനടക്കമുള്ള എത്രയോ ആളുകൾ മോശപ്പെട്ട പാതയിലേക്ക് തിരിഞ്ഞു പോകുമായിരുന്നു എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നമ്മളെ എല്ലാവരെയും ശരിയുടെ വഴിയിലേക്ക് നയിക്കുന്നതിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം വളരെ വലിയ സഹായകമായി വർത്തിച്ചിട്ടുണ്ട്. 1994 തോന്നുന്നു കോടതി ഇടപെട്ടുകൊണ്ട് സ്കൂളുകളിൽ, അതിനുശേഷം ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ ഭാഗമായപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെയുള്ള 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയാടിസ്ഥാനത്തിൽ, കക്ഷി രാഷ്ട്രീയാടിസ്ഥാനത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പാടില്ല. അത് വിദ്യാർത്ഥികളെ മറ്റൊരു പാതയിലേക്ക്, മോശപ്പെട്ട വഴിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന തെറ്റായ നിരീക്ഷണം നടത്തിക്കൊണ്ട് നിരോധിക്കുകയുണ്ടായി.